हेलो नमस्ते बच्चों ഇന്ന് എടുക്കാൻ പോകുന്നത് ഹിമാലയ की बेटियां 7th സ്റ്റാൻഡേർഡിൻ്റെ 3rd ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. अभी तक मैंने उन्हें दूर से देखा था. बड़ी गंभीर शांत अपने आप से खोई हुई लगती थी. अभी तक मैंने എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ ഉനെ ദൂർ സെ ദേക്കാത്ത, അവരെ ദൂരെ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ഹിമാലയത്തിൻ്റെ അടിയിലൂടെ പോകുന്ന നദികളെയൊക്കെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അഭി തക് മേനെ ഉനെ ദൂർ സെ ദേക്കാത്ത, ഇതുവരെ ഞാൻ അവരെ ദൂരെ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ബഡി ഗംഭീർ ശാന്ത് അപ്നെ ആപ് സെ കോയി ഹുയി ലഗ്തി തി. ബഡി ഗംഭീർ എന്ന് പറഞ്ഞാൽ പ്രൗഡി, സീരിയസ് ആയിട്ട്, സീരിയസും ശാന്തമായിട്ടും അപ്നെ ആപ് സെ കോയി ഹുയി ലഗ്തി, തന്നിൽ തന്നെ മുഴുകിയും അങ്ങനെ ഒഴുകുന്ന ഈ നദികളാണ്. സംഭ്രാന്ത മഹിളാക്കി ബാന്തി വേ പ്രതീത് ഹോത്തീത്തെ. സംഭ്രാന്ത മഹിള എന്ന് പറഞ്ഞാൽ കുലീനയായ യുവതി, അവരെ പോലെയും പ്രതീത് ഹോത്തീത്തെ, എനിക്ക് തോന്നപ്പെട്ടു ഈ നദികളെ. ഉൻകെ പ്രതി മേരെ ദിൽ മേ ആദർ ഓർ ശ്രദ്ധ കെ ഭാവത്തെ. ഉൻകെ പ്രതി എന്ന് പറഞ്ഞാൽ അവർക്ക് നേരെ, മേരെ ദിൽ മേ, എൻ്റെ ദിൽ എന്ന് പറഞ്ഞാൽ മനസ്സ്, എൻ്റെ മനസ്സിൽ ആദർ ഓർ ശ്രദ്ധ കെ ഭാവത്തെ. ആദർ ഓർ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ്, അവരുടെ നേരെ എനിക്ക് ആദരവ്, റെസ്പെക്റ്റ് ആയിരുന്നു. മാ ഓർ ദാദി മൗസി ഓർ മാമി കി ഗോദ് കി തര ഉൻകി ധാരാമേ ഡുബ്കിയാം ലഗായ കർത്താത്ത. മാ ഓർ മൗസി പറഞ്ഞാൽ അമ്മയും മുത്തശ്ശിയെയും, മൗസി എന്ന് പറഞ്ഞാൽ മദറിൻ്റെ സിസ്റ്റർ, മൗസിയെയും മാമിയെയും അവരുടെയൊക്കെ ഗോദ് എന്ന് പറഞ്ഞാൽ മടി, അവരുടെ എല്ലാം മടിയിൽ അവരുടെ സ്നേഹത്തിൻ്റെ ധാരയിൽ മുങ്ങി അങ്ങനെ ഒഴുകുന്നത് പോലെ എനിക്ക് തോന്നി ഈ നദികളെ. നെക്സ്റ്റ്, പരന്തു ഇസ് ബാർ ജബ് മേ ഹിമാലയ കെ കന്ദേ പർ ചടാത്തോ. പരന്തു പറഞ്ഞാൽ പക്ഷേ ഇസ് ബാർ ഈ പ്രാവശ്യം, ജബ് മേ ഹിമാലയ കെ കന്ദേ പർ ചടാത്തോ, എപ്പോൾ ഞാൻ ഹിമാലയത്തിൻ്റെ, കന്ദേ എന്ന് പറഞ്ഞാൽ ഷോൾഡർ, തോളിൽ, ഹിമാലയത്തിൻ്റെ തോളിൽ കയറിയോ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിന് മുകളിൽ കയറിയോ, തോ വേ കുച്ച് ഓർ രൂപ മേ സാമനെ തി, അപ്പോൾ അവർ എനിക്ക് വേറൊരു രൂപത്തിലാണ് തോന്നിയത്. ഈ നദികളെ ലേഖകന് വേറൊരു രൂപത്തിലാണ് തോന്നപ്പെട്ടത്. മേ ഹൈറാൻ താക്കി യഹി ദുബ്ലി പത്ലി ഗംഗ, യഹി യമുന, യഹി സത്ലജ് സമതൽ മൈതാനോ മേ ഉത്തർക്കർ വിശാൽ കൈസെ ഹോ ജാത്തി ഹെ. മേ ഹൈറാൻ താക്കി എന്ന് പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. യഹി ദുബ്ലി പത്ലി ഗംഗ, ഈ ദുബ്ലി പത്ലി പറഞ്ഞാൽ മെലിഞ്ഞ നേരിയ ഗംഗയും യമുനയും സത്ലജും, സമതൽ മൈതാനമേ ഉതർക്കർ, സമതലമായ മൈതാനത്തിലെത്തുമ്പോൾ ഇവരെങ്ങനെയാണ് ഇത്രയും വിശാലമായി തീരുന്നത്, അത് ലേഖകന് ആശ്ചര്യമായിട്ട് തോന്നി. ഇൻക ഉച്ചൽന ഓർ കൂദന, ഇവരുടെ തുള്ളിച്ചാട്ടം, ഉജ്ജൽന കൂദന എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാട്ടം. കിൽക്കിലാക്കർ ലഗാതാർ ഹസ്തേ ജാന, കിൽക്കിലാക്കർ ലഗാതാർ ജാന എന്ന് പറഞ്ഞാൽ നാണം കുണുങ്ങിയുള്ള ചിരി, ഹസ്ന പറഞ്ഞാൽ ചിരിക്കുക, കുണുങ്ങിയുള്ള ചിരിയും. എനിക്ക് ഈ ഭാവഭംഗി, ഇവരുടെ ഈ ഭാവഭംഗി, ഇൻകായ ഉല്ലാസ്, ഇവരുടെ ഈ ആഹ്ലാദം, കഹാം ഗായബ് ഹോ ജാത്താ ഹെ, എവിടെയാണ് പോകുന്നത്, ഗായബ് ഹോ ജാ എന്ന് പറഞ്ഞാൽ കാണാതായി പോവുക, എവിടെയാണ് പോയി മറയുന്നത് ഇവരുടെ ഈ ഉല്ലാസം മൈതാനത്തിലെത്തുമ്പോൾ. കിസി ലഡ്കി കോ ജബ് മേ ദേഖ്താ ഹൂം, കിസി കലി പർ ജബ് മേരാ ധ്യാൻ അടക് ജാത്താ ഹെ. ഒരു ചെറിയ പെൺകുട്ടിയെ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയെ കാണുമ്പോൾ നമ്മൾ അതിനെങ്ങനെ നോക്കി നിൽക്കും, അതുപോലെ തബി ഭി ഇത്നാ കൗതൂഹൽ ഓർ വിസ്മയ് നഹി ഹോത്ത, അപ്പോൾ പോലും എനിക്ക് ഇത്രയും ക്യൂരിയോസിറ്റി, കൗതൂഹൽ എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റിയും വിസ്മയവും ഉണ്ടായിട്ടില്ല. ജിത്നാ കി ഇൻ ബേട്ടിയോ കി ബാലലീല ദേഖകർ, ഇത്രയും ഈ നദികളുടെ ബാലലീല, അവരുടെ ഈ കുട്ടിത്തമുള്ള കളികൾ പോലെയുള്ളത് കണ്ടിട്ട് എനിക്ക് ആ ചെറിയ കുട്ടിയെ നോക്കി നിൽക്കുന്ന അതിനേക്കാട്ടിലും വിസ്മയമായിപ്പോയി ഈ നദികളുടെ ഈ ബാലലീല കണ്ടിട്ട്.
കഹാം യേ ഭാഗി ജാ രഹി ഹെ, എങ്ങോട്ടാണ് ഇവർ ഓടിപ്പോകുന്നത്? വ കോൺ ലക്ഷ്യ ഹെ ജിസ്സെ ഇനെ ബേചൈൻ കർ രഖാ ഹെ, എന്താണ് ഇവർക്ക് ഒരു ലക്ഷ്യം, ഇവരെ ഇത്രയും അസ്വസ്ഥമാക്കുന്ന ഒരു ലക്ഷ്യം എന്താണ്? അപ്നെ മഹാൻ പിതാക്കി വിരാട് പ്രേം പാക്കർ ബി, അവരുടെ അച്ഛൻ്റെ വിരാട് പ്രേം എന്ന് പറഞ്ഞാൽ അധിക സ്നേഹം, പാക്കർ ബി എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ട് പോലും, അവരുടെ അച്ഛൻ്റെ, അതായത് ഹിമാലയത്തിനെയാണ് ഈ നദികളുടെയൊക്കെ അച്ഛനായിട്ട് ലേഖകൻ ഇതിൽ സങ്കല്പിക്കുന്നത്. അപ്പോൾ ഈ ഹിമാലയത്തിൻ്റെ വിരാട് പ്രേമ പാക്കർ ബി അഗർ ഇൻകാ ഹൃദയ അതൃപ്തി ഹി ഹേ തോ വ കോൻ ഹോഗാ ജോ ഇൻകി പ്യാസ് മിട്ടാ സക്കേഗ. ഹിമാലയമാകുന്ന അച്ഛൻ്റെ വലിയ സ്നേഹം കിട്ടിയിട്ട് പോലും ഇവർ അതൃപ്തരാണ്. പിന്നെ ആരായിരിക്കും ഇവരുടെ പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം ശമിപ്പിക്കുക, മിട്ടാസക്കേക എന്ന് പറഞ്ഞാൽ ശമിപ്പിക്കുക. പിന്നെ ആരായിരിക്കും ഇവരെ തൃപ്തിപ്പെടുത്തുക? ബരഫ് ജലി നങ്കി പഹാഡിയ, ബരഫ് ജലി നങ്കി പഹാഡിയ എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടി കിടക്കുന്ന മലകൾ. ചോട്ടെ ചോട്ടെ പൗധോം സെ ബരി ഘാട്ടിയ, ഘാട്ടിയ എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന് ഇടയിലുള്ള വഴികൾ, പർവ്വതത്തിന് ഇടയിലൂടെയുള്ള വഴികളെയാണ് ഘാട്ടിയ എന്ന് പറയുന്നത്. ചോട്ടെ ചോട്ടെ പൗധ, അവിടെയൊക്കെ ചെറിയ ചെറിയ ചെടികൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനത്തെ വഴികൾ. ബന്ദൂർ അധികായേ സർസബ്ജ് ഉപപ്തകായേ, ബന്ദൂർ അതിത്തകായേ സർസബ്ജ് ഉപത്യകായേ, അങ്ങനെ പറഞ്ഞാൽ പർവ്വതത്തിന് മുകളിൽ ഉയർന്ന ഭാഗമാണ് ബന്ദൂർ അതിത്തകായേ. സർസബ്ജ് ഉപത്യകായ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഭാഗങ്ങളെയാണ് സർസബ്ജ് ഉപത്യകായ എന്ന് പറയുന്നത്. അപ്പോൾ ഐസേ ഹേ ഇൻകാ ലീലാ നികേതൻ, അങ്ങനെയൊക്കെയാണ് ഇവരുടെ ലീലാനികേതൻ എന്ന് പറഞ്ഞാൽ കളിസ്ഥലങ്ങൾ. പർവ്വതത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിലൊക്കെ കളിച്ച് അങ്ങനെയുള്ള ആ കളിസ്ഥലങ്ങളൊക്കെ ആണ് ഇവരുടെ ലീലാനികേതൻ. ഖേൽത്തെ ഖേൽത്തെ ജബ് യെ സരാ ദൂർ നിക്കൽ ജാതി ഹെ, കളിച്ച് കളിച്ച് ഇവർ കുറച്ച് ദൂരെ എത്തപ്പെടുമ്പോൾ तो देवदार चीड़ सरो चिनार सफ़ेदा कैल के जंगलों में पहुंचकर शायद इन्हें बीती बातों याद करने का मौका मिल जाता होगा. അങ്ങനെ പറഞ്ഞാൽ കളിച്ച് കളിച്ച് ഇവർ എവിടെ എത്തും? ദേവദാർ ചീഡ് സരോ, ദേവദാരത്തിൻ്റെ അടുത്തും ചീഡ് സരോ അങ്ങനെയുള്ള വൃക്ഷങ്ങളുടെയൊക്കെ കാട്ടിൽ, ചിനാർ സഫേദ് കേല കെ ജംഗലോമേ, അങ്ങനെയൊക്കെയുള്ള കാടുകളിലെത്തുമ്പോൾ, പഹൂഞ്ചിക്കർ എന്ന് പറഞ്ഞാൽ എത്തുമ്പോൾ, ഷായദുനെ ഒരു പക്ഷേ അവർക്ക്, ഇനെ ബീത്തി ബാത്തോം യാദ്, ഒരു പക്ഷേ ഇവർ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവാം. ഇവരിങ്ങനെ കളിച്ച് കളിച്ച് ഈ കാടുകളിലൊക്കെ, ദേവദാരു ഒക്കെ ഉള്ള കാടുകളിലൊക്കെ എത്തുമ്പോൾ അവർ ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും. മോക്ക മിൽ ജാത്ത ഹോഗ എന്ന് പറഞ്ഞാൽ, മോക്ക എന്ന് പറഞ്ഞാൽ അവസരം, ചാൻസ്, അവർക്കൊരു അവസരം കിട്ടുന്നുണ്ടാവും കഴിഞ്ഞു പോയതൊക്കെ ചിന്തിച്ചു നോക്കാൻ. കോൻ ജാനെ ബുഡ്ഢ ഹിമാലയ അപ്നി ഇൻ നട്ഖട്ട് ബേട്ടിയോं के लिए कितना सिर दुनता होगा. കോൻ ജാനെ എന്ന് പറഞ്ഞാൽ ആർക്കറിയാം? ബുഡ്ഢ ഹിമാലയ എന്ന് പറഞ്ഞാൽ വൃദ്ധനായ ഹിമാലയം. അപ്നി ഇൻ നട്ഖട്ട് ബേട്ടിയോं के लिए, അദ്ദേഹത്തിൻ്റെ ഈ നട്ഖട്ട് എന്ന് പറഞ്ഞാൽ വികൃതിയായ ബേട്ടിയും കുട്ടികൾക്ക് വേണ്ടി കിത്ന സിർ ദുൻതാ ഹോഗ, എത്ര പ്രാവശ്യം തല കുനിച്ചിട്ടുണ്ടാകാം ഈ ഹിമാലയമാകുന്ന അച്ഛൻ ഈ കുട്ടികളുടെ വികൃതി കൊണ്ട് എത്ര പ്രാവശ്യം തല കുനിച്ചിട്ടുണ്ടാവാം. ബഡി ബഡി ചോട്ടിയോം സെ ജാക്കർ പൂച്ചിയെ തോ ഉത്തർ മേ വിരാട് മൗൻ കെ സിവായ് ഉൻകെ പാസ് ഓർ രക്കാ ഹി ക്യാ ഹേ. വലിയ ഇവിടെ ശിഖരങ്ങളുടെ ഒക്കെ അടുത്ത് പോയി ചോദിച്ചാൽ അവർക്ക് പോലും വിരാട് മൗനമായിരിക്കും. മൗനം എന്ന് പറഞ്ഞാൽ വലിയ മൗനമായിരിക്കും. അത്രയ്ക്ക് കുസൃതിയാണ് ഈ നദികൾ. അവർക്ക് പോലും വേറെ ഒന്നും പറയാനുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് പാരഗ്രാഫ്.
सिंधु और ब्रह्मपुत्र ये दो ऐसे नाम हैं जिनके सुनते ही रावी, सतलुज, व्यास, चनाब, झेलम, काबुल, कबिशा, गंगा, यमुना, सरयू, गंडक, कोसी आदि हिमालय की छोटी बड़ी सभी बेटियां आंखें के सामने नाचने लगती है. सिंधु और ब्रह्मपुत्र ये दो ऐसे नाम है. സിന്ധുവും ബ്രഹ്മപുത്രയും ഇങ്ങനത്തെ പേരുകളാണെന്ന് വെച്ചാൽ ജിൻകെ സുൻതേ ഹി അവരെ കേൾക്കുമ്പോൾ തന്നെ രാവി, സത്ലജ്, വ്യാസ്, ചനാബ് ഇതൊക്കെ ചെറിയ ചെറിയ നദികളുടെ പേരാണ്. യമുന, സരയൂ, സണ്ടക്, കോസി ആദി എന്ന് പറഞ്ഞാൽ മുതലായ ഹിമാലയത്തിൻ്റെ ചോട്ടി ബടി സബി ബേട്ടിയ ഹിമാലയത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ കുട്ടികളെയും ആങ്കോക്കെ സാമനെ നാച്നെ ലഗ്തി ഹെ കണ്ണിൻ്റെ മുന്നിൽ നാച്നെ ലഗ്തി ഹെ എന്ന് പറഞ്ഞാൽ നൃത്തം വയ്ക്കും എന്നാണ് അർത്ഥം. അതായത് സിന്ധു, ബ്രഹ്മപുത്ര നദികളുടെ പേര് കേൾക്കുമ്പം തന്നെ ഹിമാലയത്തിൻ്റെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ മക്കളെയും കൺമുന്നിൽ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. വാസ്തവമേ സിന്ധു ഓർ ബ്രഹ്മപുത്ര സ്വയം കുച്ച് നഹി ഹെ. വാസ്തവമേ സത്യത്തിൽ സിന്ധുവും ബ്രഹ്മപുത്രയും സ്വയം ഒന്നുമല്ല. ദയാലു ഹിമാലയക്കെ पिघले हुए दिल की एक एक बूंद न जाने कब से इकट्ठा होकर इन दो महानदों के रूप में समुद्र की ओर प्रभावित होती रही है. വാസ്തവത്തിൽ സിന്ധുവും ബ്രഹ്മപുത്രവും സ്വയം ഒന്നുമല്ല. ഹിമാലയത്തിൻ്റെ പിഘ്ലേ ഹുയെ എന്ന് പറഞ്ഞാൽ മെൽറ്റായ, ദിൽക്കി മനസ്സിൻ്റെ ഏക് ബൂന്ത് അതായത് ഹിമാലയത്തിൽ നിന്ന് വരുന്ന മഞ്ഞുകട്ടകൾ, ഐസ്, അത് മെൽറ്റായിട്ട് കുറേശ്ശെ ഇക്കട്ടാ ഹോക്കർ എന്ന് പറഞ്ഞാൽ കലക്റ്റ് ആവുക, കുറേശ്ശെ വന്നിട്ട് വലിയ ഇതാവുക. होकर इन दो महानदों के रूप में समुद्र की ओर प्रभावित होते. അങ്ങനെ ഹിമാലയത്തിൽ നിന്ന് കുറേശ്ശെ വന്നിട്ട് വലിയ നദിയായിട്ട് സമുദ്രത്തിലേക്ക് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. कितना सौभाग्यशाली है वह समुद्र जिसे पर्वतराज हिमालय की इन दो बेटियों का हाथ पकड़ने का श्रेय मिला. കിത്ന സൗഭാഗ്യശാലി ഹെ എന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യശാലിയാണ്. വ സമുദ്ര ആ സമുദ്രം, ജിസെ പർവ്വതരാജൻ്റെ മക്കളെ ഹിമാലയ്ക്ക് പർവ്വതരാജനായ ഹിമാലയത്തിൻ്റെ ഇൻ ദോ ബേട്ടിയെ ഈ രണ്ട് കുട്ടികളെയും കൈപിടിക്കാനുള്ള കീർത്തി, യശസ്, കൈപിടിക്കാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. അതായത് സമുദ്രത്തെ ഈ നദികളുടെ എല്ലാം ഹസ്ബൻഡായിട്ടും ഹിമാലയം, പർവ്വതരാജ ഹിമാലയത്തിനെ നദികളുടെയൊക്കെ അച്ഛനായിട്ടുമാണ് ലേഖകൻ സങ്കല്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേര. जिन्होंने मैदानों में ही इन नदियों को देखा होगा उनके ख्याल में शायद ही यह बात आ सके कि बूढ़े हिमालय की गोद में बच्चियां बनाकर ये कैसे खेला करती है. जिन्होंने मैदानों में ही इन नदियों को देखा होगा, ആരൊക്കെ മൈതാനത്തിൽ ഈ നദികളെ കണ്ടിട്ടുണ്ടോ, ഉൻകെ ഖയാൽമേ അവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ, ഖയാൽ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്, അവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഷായദ് ഹി യ ബാത് ആ സക്കേക്ക് ഒരു പക്ഷേ ഈ കാര്യം വന്നിട്ടുണ്ടാവും. ബൂഢെ ഹിമാലയ്ക്ക് ഗോദ് മേ ബച്ചിയാം ബൻകർ യ കൈസെ ഗേല കർത്തി ഹെ. ഹിമാലയത്തിൻ്റെ മുകളിൽ, ഹിമാലയം എന്ന അച്ഛൻ്റെ മടിത്തട്ടിൽ നിന്ന് ഈ കുട്ടികൾ കൈസെ ഗേല കർത്തി ഹെ എന്തൊക്കെ കളിച്ചിട്ടുണ്ടാവും. അതായത് മുകളിൽ നിന്ന് വരുമ്പോൾ ഇത് നേരിയ നദികളായിട്ട് തുള്ളിച്ചാടി അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ അത് കണ്ടവർക്കൊക്കെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാകാം. ഇവർ മുകളിൽ നിന്നും നല്ല കുസൃതിയായിട്ട് അങ്ങനെ കളിച്ച്, പക്ഷെ താഴെ നിന്ന് കാണുന്നവർക്ക് ഇത് ശാന്തമായിട്ടൊഴുകുന്ന നദികളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവാം. माँ बाप की गोद में नंग दडंग होकर खेलने वाली इन बालिकाओं का रूप पहाड़ी आदमियों के लिए आकर्षक भले न हो. കുട്ടികളുടെ
അച്ഛൻ്റെയും അമ്മൻ്റെയും മടിത്തട്ടിൽ വികൃതി കാണിച്ച് നടക്കുന്ന കുട്ടികളെ പോലെ ഇൻ ബാലികാവോ ഈ കുട്ടികൾ ഇവരുടെ രൂപം പഹാഡി ആത്മീയോം കേലിയെ പർവ്വതത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇത് അത്ര ആകർഷകമൊന്നുമായിരിക്കില്ല ഈ നദികളുടെ കാര്യം. പക്ഷേ भले न हो लेकिन मुझे तो ऐसा लुभावना प्रतीत हुआ वह रूप की हिमालय को ससुर और समुद्र को उसका दामाद कहने में कुछ भी झिझक नहीं होती है. അങ്ങനെ പറഞ്ഞാൽ പർവ്വതത്തിന് മുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഈ നദികൾ ഇത്ര ആകർഷകമായിട്ടും തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ എനിക്ക് ലുഭാവന പ്രതീത് ഹുവ എന്ന് പറഞ്ഞാൽ എന്നെ ഇത് ആകർഷിച്ചു. ഇവരുടെ ഈ നദികളുടെ പർവ്വതത്തിന് മുകളിൽ നിന്നുള്ള ഈ നട്ഖട്ട് ഖേൽ ഈ വികൃതി തുള്ളിച്ചാടിയുള്ള ഈ വരവും എല്ലാം ഈ ലേഖകനെ ആകർഷിച്ചു. ലുഭാവന എന്ന് പറഞ്ഞാൽ ആകർഷിച്ചു. वह रूप की हिमालय को ससुर और समुद्र को उसका दामाद कहने में कुछ भी झिझक नहीं होती है. പക്ഷേ ലേഖകൻ ഹിമാലയത്തിന് സസുറായിട്ട്, സസുർ എന്ന് പറഞ്ഞാൽ ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ അച്ഛൻ, ഹിമാലയത്തിന് പെൺകുട്ടികളുടെ അച്ഛനായിട്ടും സമുദ്രക്കോ ഉസ്ക ദാമാദ് എന്ന് പറഞ്ഞാൽ സൺ ഇൻ ലോ ഭർത്താവിൻ്റെ അച്ഛൻ, സമുദ്രത്തിനെ ദാമാദ് ആയിട്ടും कहने में कुछ भी झिझक नहीं होती है. എനിക്ക് ഒട്ടും ചിച്ചക് എന്ന് പറഞ്ഞാൽ മടിയില്ല, അങ്ങനെ പറയാൻ എനിക്കൊട്ടും മടിയില്ല. കാരണം ലേഖകൻ അതിനെ അത്രയ്ക്കും ആകർഷിച്ചു. ഈ നദികൾ ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഈ നദികളെ ലേഖകൻ അത്രയും ആകർഷിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേര. कालिदास के विरही यक्ष ने अपने मेघदूत से कहा था, वेत्रवती नदी को प्रेम का प्रतिदान देते जाना, तुम्हारी वो प्रेयसी तुम्हें पाकर अवश्य ही प्रसन्न होगी. കാളിദാസ് കെ വിരഹി യക്ഷനെ, കാളിദാസൻ്റെ കൃതിയായ മേഘദൂതിൽ വിരഹിണി എന്താ പറയുക, വിരഹം അനുഭവിക്കുന്ന യക്ഷ, അതിലെ ഒരു കഥാപാത്രമാണ്. യക്ഷ നദിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ നദിക്കോ പ്രേം കാ പ്രതിദാൻ ദേത്തേ ജാന. അപ്പോൾ പറയുകയാണ്, മേഘ ദൂതനോട് പറയുകയാണ്, പോകുമ്പോൾ നദികളുടെ മുകളിലൂടെ പോകുമ്പോൾ നദിക്ക് പ്രേമത്തിൻ്റെ, നിന്നോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിദാൻ അവർക്ക് കൊടുത്തിട്ട് പോകണം. അതായത് മഴത്തുള്ളികളായിട്ട് നദികളിലേക്ക് അവർക്കുള്ള പ്രതിദാൻ കൊടുത്തിട്ട് പോകണം. തുമാരി വ പ്രേയസി തുമേ പാക്കർ അവശ്യ ഹി പ്രസന്ന ഹോഗി. നിൻ്റെ ആ പ്രിയപ്പെട്ടവൾ അത് പാക്കർ എന്ന് പറഞ്ഞാൽ ലഭിച്ചിട്ട്, അത് ലഭിച്ച് അവശ്യ ഹി പ്രസന്ന ഹോഗി, സന്തോഷവതിയാകും. യഹ് ബാത്ത് ഇൻ ചഞ്ചൽ നദിയോं को देखकर मुझे अचानक याद आ गई और सोचा कि शायद उस महाकवि को भी नदियों का सचेतन रूपक पसंद था. ഈ കാര്യം ഞാൻ ഈ ചഞ്ചൽ നദിയെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അച്ചാനക് യാദാകെ ഓർ സോച്ച, എന്നിട്ട് ഞാൻ വിചാരിച്ചു കി ഷായദ് ഒരു പക്ഷേ ഉസ് മഹാകവി കോബി, ആ മഹാകവിക്കും നദിയോം കാ സചേതൻ രൂപക് പസന്ത് താ, നദികളുടെ ഈ സചേതനമായ ഈ തുള്ളിച്ചാടിക്കൊണ്ടുള്ള ഈ ഭാവങ്ങൾ ഇഷ്ടമായിരുന്നിരിക്കാം. അതായിരിക്കും മഹാകവി കാളിദാസനും ഈ നദികളെ തൻ്റെ कृतिகளிल परामर्शिച്ചത്. दरअसल जो भी कोई नदियों को पहाड़ी घाटियों और समतल आंगनों के मैदानों में जुदा जुदा शक्लों में देखेगा वो इसी नतीजे पर पहुँचेगा. दरअसल എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ दरअसल जो भी कोई नदियों को पहाड़ी घाटियों, ആര് നദികളെ ഈ പർവ്വതത്തിൻ്റെ വിടവിലൂടെ ഒഴുകി വരുന്ന നദികളെ കണ്ടാലും ജുദാ ജുദാ ശക്ലോമേ ദേഖേഗ, ഈ മാറി മാറി ഒഴുകുന്ന നദികളെ കണ്ടാലും ഇസ് നദീജെ പർ പഹുഞ്ചേക, ഈ ഒരു നദീജ എന്ന് പറഞ്ഞാൽ ഈ ഒരു തീരുമാനത്തിലെത്തും. ഓക്കെ, നെക്സ്റ്റ് പേര. കാഗാ കാലേൽക്കർ ने नदियों को लोकमाता कहा है. കാഗാ കാലേൽക്കർ എന്ന് പറഞ്ഞാൽ കവി, അദ്ദേഹവും നദികളെ ലോകമാത ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കിന്തു മാതാ ബന്നേ സെ പെഹ്ലെ യദി ഹം
इन्हें बेटियां के रूप में देख ले तो क्या हर्ज है. പക്ഷേ അമ്മ എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ഈ നദികളെ കുട്ടികൾ, മക്കൾ, പെൺകുട്ടികളായിട്ട് കണ്ടാൽ, മകളായിട്ട് കണ്ടാൽ എന്താ കുഴപ്പം? ഹർജ് ഹേ. ഓർ ഥോഡ ആകെ ചലിയെ. പിന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ ഇനിമേ അഗർ ഹം പ്രേയസി കി ഭാവന കരേ തോ കൈസേ രഹേഗ. ഈ നദികളിൽ നമ്മൾ പ്രിയപ്പെട്ടവളുടെ, അതായത് ഭാര്യയുടെയോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ ഭാവന കരേത്തോ കൈസേ രഹേഗ, അങ്ങനെ വിചാരിച്ചാൽ എങ്ങനെയുണ്ടാകും? മമതാക്ക ഏക് ഓർ ബി ദാഗാ ഹെ. മാതൃത്വം, അമ്മയുടെ മാതൃത്വത്തിൻ്റെ ഒരു ചരട് കൂടിയുണ്ട്. ജിസെ ഹം ഇൻകെ സാത്ത് ജോഡ് സക്തേ ഹെ. അതിനെ നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റൂലേ? ബഹൻ കാ സ്ഥാൻ കിത്തനെ കവിയോനെ ഇൻ നദിയോ കോ ദിയാ ഹെ. ബഹൻ എന്ന് പറഞ്ഞാൽ അനിയത്തി, സിസ്റ്ററിൻ്റെ സ്ഥാനം എത്ര കവികൾ ഈ നദികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കവി പറയാണ്, അമ്മയുടെ സ്ഥാനം, പ്രേയസിയുടെ സ്ഥാനം, മകളുടെ സ്ഥാനം, അനിയത്തിയുടെ സ്ഥാനം എല്ലാം ഈ നദികൾക്ക് കൊടുക്കാം, അങ്ങനെ തോന്നുന്നു പറയുകയാണ് ഈ കവി. ഏക് ദിൻ മേരി ബി ഐസി ഭാവന ഹുയി തി. ഒരു ദിവസം എനിക്കും അങ്ങനെ ഭാവന വന്നിട്ടുണ്ടായിരുന്നു. തോലിഡ് കി ബാത് ഹെ. തോലിഡ് എന്ന് പറഞ്ഞ ഒരു തിബറ്റിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അവിടുത്തെ ഒരു അനുഭവമാണ്. മൻ ഉച്ചട് കയാത്ത. മനസ്സ് ഒരു സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. തബിയത്ത് ടീലീത്തി. ആരോഗ്യവും നല്ല സുഖമായിരുന്നില്ല. സുഖമില്ലാതെ ഇരിക്കുമ്പോൾ സത്ലജ് കെ കിനാരെ ജാക്കർ ബൈഠ് ഗയ. സത്ലജ് നദിയുടെ കിനാരെ എന്ന് പറഞ്ഞാൽ അരികിൽ, കിനാരെ ജാക്കർ ബൈഠ് ഗയ, നദിയുടെ അരികിൽ പോയിട്ട് ഇരുന്നു. ദോപഹർ കാ സമയത്ത. ദോപഹർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ, ഉച്ച സമയമായിരുന്നു. पैर लड़का दिए पानी में. पैर എന്ന് പറഞ്ഞാൽ കാല് ലടുക്കാ ദിയെ പാനി മേ എന്ന് പറഞ്ഞാൽ കാല് ഒന്ന് വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇളക്കി. ദോടി ഹി ദേർ മേ ഉസ് പ്രഗതിശീൽ ജൽനെ അസർ ഡാല. അങ്ങനെ കാല് വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ പ്രഗതിശീൽ ജൽ, ആ ഒരു എന്താ പറയുക, പ്രോഗ്രസീവ് നല്ല വെള്ളത്തിൻ്റെ അസർ ഡാല എന്ന് പറഞ്ഞാൽ സ്വാധീനം വന്നു, അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടി കുറച്ചു നേരം അങ്ങനെ ഇരുന്നപ്പോൾ. തൻ ഓർ മൻ താസ ഹോ ഗയാ തോ ലഗാ മേ ഗുൻഗുനാനെ. തൻ ഓർ മൻ എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും താസ ഹോ ഗയ, ഒന്ന് ഫ്രഷായി. താസ ഹോ ഗയ തോ ലഗാ മേ ഗുൻഗുനാനെ. അപ്പോൾ എനിക്ക് ഒന്ന് മൂളിപ്പാടാൻ തോന്നി. അപ്പോൾ അദ്ദേഹം മൂളിപ്പാടിയ പാട്ടാണിത്. ഈ ജയ് ഹോ സത്ലജ് ബഹൻ തുമാരി ലീല അച്ചിരത്ത് ബഹൻ തുമാരി. ജയ് ഹോ എന്ന് പറഞ്ഞാൽ പുകഴ്ത്താണ് സത്ലജ് നദികളെയൊക്കെ. ജയ് ഹോ സത്ലജ് ബഹൻ തുമാരി ലീല അച്ചിരത്ത് ബഹൻ തുമാരി. നിങ്ങളുടെ ലീല, നിങ്ങളുടെ കളികൾ അച്ചിരത്ത് വളരെ വിശേഷപ്പെട്ടതാണ്. ഹുവാ മുദിത് മൻഹട്ട ഖുമാരി ജാവോ മേ തും പർ ബലിഹാരി. നിങ്ങളുടെ ഈ മൻഹട്ട ഖുമാരി, നിങ്ങളുടെ മനം കവരുന്ന പ്രവൃത്തികളിൽ ജാവോ മേ തും പർ ബലിഹാരി, നിങ്ങളുടെ ഈ കളികളും എല്ലാം കണ്ടിട്ട് ഞാൻ നിങ്ങളിൽ ബലിഹാരി പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമായി നിങ്ങളുടെ ഈ ലീലകൾ. തും ബേട്ടി യ ബാപ്പ് ഹിമാലയ്. നിങ്ങൾ മകളും നിങ്ങളുടെ അച്ഛനായ ഹിമാലയവും. ചിന്തിത് പർ ചുപ്ചാപ്പ് ഹിമാലയ്. ചുപ്ചാപ്പ് മിണ്ടാതെ ചിന്തിച്ചിട്ട് ഹിമാലയം ഇങ്ങനെ നിൽക്കുകയാണ്. പ്രകൃതി നട്ടി കെ ചിത്രീട്ട് പർ അനുപം അദ്രുബുദ് ചാപ്പ് ഹിമാലയ് ജയ് ഹോ സത്ലജ് ബഹൻ തുമാരി. അപ്പോൾ ആ ഹിമാലയത്തിന് അത്രയും നല്ലതായിട്ട് അവിടെ ഒരു സൈനായിട്ട്, സിഗ്നേച്ചറായിട്ട് നിൽക്കുകയാണ് ഹിമാലയ്, അങ്ങനെയാണ് പറയുന്നത്. അതിനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. ജയ് ഹോ സത്ലജ് ബഹൻ തുമാരി അങ്ങനെ പറഞ്ഞിട്ട് ജയ് ഹോ പുകഴ്ത്തുന്നു, സത്ലജ് ബഹൻ എന്ന് പറഞ്ഞിട്ട് പുകഴ്ത്തുന്ന ഒരു കവിതയാണിത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എക്സസൈസാണ്, അത് നെക്സ്റ്റ് വീഡിയോയിലിടാം.
ഓക്കെ, അപ്പോൾ സംശയം എന്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് കിട്ടാനായി ബെൽ ബട്ടൺ ഞെക്കുക. ഓക്കെ, താങ്ക് യു.